എന്റെ അമ്മേ, എന്റെ അമ്മ. പാപികൾക്കു വേണ്ടി മുൾക്കിരീടവും ചുമന്നവൻ. മത്തായി ചേട്ടാ, ആ പിശാച് എന്റെ അമ്മയെ കൊണ്ട് വരുന്നു. എതിരേൽക്കാം ഞങ്ങൾ. നിർത്തുന്നുണ്ടോ? ഇവിടെ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മത്തായി ചേട്ടനായിരിക്കും. ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുറപ്പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്. എന്തിനു വേണ്ടിയാ? മത്തായി ചേട്ടന്റെ ഈ നാടക സംഘം പൊളിയാതിരിക്കാൻ വേണ്ടി. അതിന് മാത്രം ഇവിടെ എന്താണ്ടായത്? അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളെ എങ്ങനെ കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല, ഈ നാടക സംഘം കാണില്ല, മത്തായി ചേട്ടൻ കാണില്ല. മീരെ, നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക. നീ എന്റെ ആരുമല്ലെന്ന് തെളിയിക്കാൻ. നീ എന്റെ മുറപ്പെണ്ണാണ്, അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴികയ്ക്ക് 40 വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ. നിന്നെ ഒരാളും നോക്കാണ്ടും ദേഹത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാ. ഇപ്പൊ ആ നുണകളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം എന്റെ അമ്മ ചങ്ക് പൊട്ടി മരിക്കും. അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം. ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ. നമ്മുടെ പുന്നാരപ്പൻ ചോദിക്കും. അയ്യോ അമ്മയാ, അമ്മ ഇതപ്പോ വന്നു. തൊട്ടുപോരുത് അമ്മ, ഇത് ഞാനാ, ഗോപാലകൃഷ്ണൻ. ഏതാടാ അവള്? എവള്? നീ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ പെണ്ണ് ഏതാന്ന്? ഇതങ്ങനെ കുഴപ്പമുള്ള പെണ്ണൊന്നല്ല, നിങ്ങളുടെ ആങ്ങളയുടെ ഇവന്റെ അമ്മാവന്റെ മോളെ. അമ്മ എല്ലാം ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട. എനിക്കില്ലാത്ത ഏത് ആങ്ങളയുടെ ഏത് മകളാണെന്ന് പറഞ്ഞാ മതി. ഏതമ്മാവന്റെ ഏത് മോള്? അമ്മ അമ്മാവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരതൊക്കെ അറിയണോ? ഇതൊക്കെ നമ്മുടെ കുടുംബകാര്യങ്ങളല്ലേ. അമ്മ വന്നേ, ഏതമ്മാവന്റെ ഏത് മോള്? അയ്യോ, നിനക്ക് ഞാൻ വെച്ചണ്ട പന്നി. ഈ അമ്മയുടെ ഒരു കാര്യം ശരിയാക്കി തരാട്ടാ. ശരിയാണ്, അമ്മയുടെ മകൻ ഒരു തെറ്റ് ചെയ്തു. അമ്മ അറിയാണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. ഒരു വലിയ കോടീശ്വരന്റെ കോടീശ്വരിയായ ഒറ്റ മകളെ. ഒടുവിൽ മറ്റൊരു കോടീശ്വരന്റെ മകനുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എനിക്ക് മറ്റു മാർഗമില്ലാണ്ടായി പോയമ്മേ. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു. എന്റെ മുറപ്പെണ്ണാണെന്ന് നുണ പറഞ്ഞ് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടിയും വന്നു. ഇതൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്നും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അതിനൊക്കെ സമയമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഇനിയിപ്പോ അമ്മ എല്ലാം അറിഞ്ഞു പോയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളമായിട്ടേ അമ്മയ്ക്ക് തോന്നും. അതുകൊണ്ട് വേണ്ട, ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം. അവൾ പോയി ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എനിക്ക് എന്റെ അമ്മയാണ് വലുത്. അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അമ്മയുടെ മകൻ ചെയ്യില്ല. മീരേ, മീരേ, നിന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്തോ, പുറപ്പെടാം. ഇനി നീ ഇവിടെ താമസിക്കണ്ട. കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. എളുപ്പമാവട്ടെ. വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. എന്ത് ധൈര്യത്തിലാ കുട്ടി നീ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? അതും ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ വന്ന് വെറും കഴുത്തായിട്ട് താമസിക്കുക. ചീത്തപ്പേരുണ്ടാവാൻ വേറെ വല്ലതും വേണോ? ദേ, നിങ്ങളോട് രണ്ടുപേരോടാ പറയുന്നത്. ഇനി ഇവളെങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അവളെ കഴുത്തി താലിയേറ്റിപ്പിക്കണം. അതെ, ഈ കല്യാണം നീട്ടിക്കൊണ്ട് പോണില്ല.
അമ്മ പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഇല്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവന്റെയും ഇവരുടെയും കല്യാണം. കംപ്ലീറ്റ് ചെലവും ഈ എന്റെ വക. പറയാൻ എന്ത് എളുപ്പമാണ്. കഴുത്തിൽ താലി കെട്ടിയാണോ നാടകം കളിക്കുന്നത്? അതുകൊള്ളാം. മീരയുടെ പറച്ചിൽ കേട്ടാത്തൊന്നും മീരയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ താലി കെട്ടുന്ന എന്റെ ജീവിതമോ അതെന്താ മീര മനസ്സിലാക്കാത്തത്? മീരയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ എന്റെ അമ്മയോട് പോലും കള്ളം പറഞ്ഞത്. ആ കള്ളം വിശ്വസിച്ച് മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചു പോയതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേ പറ്റൂ. ഇത് കഴിഞ്ഞാൽ ആരും കാണാണ്ട മീര തന്നെ അതങ്ങ് അഴിച്ചു മാറ്റിയേക്കും. പ്രശ്നം തീർന്നല്ലോ. പിന്നെ ഇതിന്റെ പേരിൽ മീരയുടെ ശരീരത്തിൽ തൊടാനോ മീരയുടെ മേൽ അവകാശം സ്ഥാപിക്കാനോ ഞാൻ വരില്ല. വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇപ്പൊ വിശ്വാസമായല്ലോ. വാ വാ വാ, റെഡിയാവും റെഡിയാവും. വന്നേ വന്നേ. വിശ്വാസമായില്ല അല്ലേ? ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ചെറിയ ഉപകാരമായിട്ടെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. വളഞ്ഞ വഴികളൊന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല. മീരെ, സ്വന്തം മകന്റെ താലികെട്ട് കാണാൻ കൊതിച്ചു വന്ന ഒരു അമ്മയുടെ മൃതശരീരം കാണാനുള്ള ഗതികേട് എനിക്കുണ്ടാക്കരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഇതെന്തൊരു ഏർപ്പാടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പോഴും നീ ഇവിടെയും അവൾ അവിടെയാണ് കിടക്കുന്നത്. പോയി അവിടെ മുറി കിടക്കണം. എന്നിട്ട് എന്തിനാ? നിനക്ക് ഒളിഞ്ഞു വെക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളുടെ സീൻ കാണണ്ട. എന്താടാ തുടങ്ങിയ പിന്നെയും? ഇവനെ നോക്കിയേ, ഇവന്റെ കല്യാണം ശരിക്കുള്ള കല്യാണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ പെണ്ണിനെ അവിടെ തണിച്ചാക്കിട്ട് ഇവൻ ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ? ശരിയാണല്ലോ. നിനക്ക് അവിടെ പോയി സുഖമായിട്ട് കിടന്നൂടാ ഗോപാലകൃഷ്ണ. ഓ, ആ സുഖം ഞാൻ വേണ്ടെന്ന് വെച്ചു. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചു കഴിയുമ്പോ ഞാൻ മാത്രം സൂഹിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നീ എന്തിനാണ് ഒരു ത്യാഗം ചെയ്യണേ? എഴുന്നേൽക്കടാ. എടാ ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കടാ. മത്തായി ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. 1 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. എടാ കാട്ടുപോത്തെ, ഇപ്പൊ പോയി കിടന്നാലേ 1 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുള്ളൂ. അല്ലാണ്ട് നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ല. ബാലകൃഷ്ണ പിടിച്ചേ, പിടിക്ക്. എന്തോ ചെയ്യാൻ പോവുക? സാധനം വീണു. ഓക്കെ, ഇവന് ചിലപ്പോ കുടുംബാസൂത്രണത്തിന് ചിലപ്പോ ഗവൺമെന്റിന് കാശ് കിട്ടൂട്ടോ. തെമ്മാടത്തിന് കാണിക്കുന്നത് അതിന് വേണം കേട്ടോ. എന്താ ഇത്? മര്യാദയ്ക്ക് കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണോ ഞാൻ അങ്ങോട്ട് വരണോ? ബാലകൃഷ്ണ, ഇത് നല്ല ഐശ്വര്യമുള്ള കട്ടള. എന്റെ അപ്പാപ്പൻ ഇതുമ്മ കിടന്നിട്ട് 3-ാം ദിവസം തട്ടിക്കും. ഇതെന്താ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്? ഇതെന്താണെന്ന്? കട്ടില് കണ്ടൂടെ? അങ്ങ് മാറി കൂട്ടി. ഇതെന്തിനാ ഇവിടെ കൊണ്ടിടുന്നത്? ഇന്ന് മുതൽ ഈ കട്ടിലിന്റെ സ്ഥാനം ഇവിടെയാ. ഇവിടെ ഒരു കട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? അത് തന്റെ കട്ടില്. ഇതേ കിടക്കേണ്ട ആൾ ഇപ്പൊ വരും. ആര്? നീ ഇതങ്ങോട്ട് വിരിച്ചേ. ചോദിച്ചത് കേട്ടില്ലേ? ആരെവിടെ വന്ന് കിടക്കാൻ പോകുന്നേന്ന്? ചൂടാവല്ലേ സിസ്റ്ററെ, ഞാനല്ല. പോരെ. നിനക്കെന്താ നാണം? ഇന്ന് മുതൽ നിങ്ങൾ 2 അല്ല 1. അയ്യേ, നീ എന്തിനാണ് അവിടെ വട്ടം കറങ്ങി നിൽക്കണേ? നാണമില്ലേ? മത്തായി ചേട്ടാ, വാതിൽ അടച്ചു കളല്ലേ? ഓ, അടച്ചു കളഞ്ഞു. മത്തായി ചേട്ടാ, പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കല്ലേ? കുറ്റിയൊന്നും ഇട്ടിട്ടില്ലടാ. അയ്യോ, കുറ്റിയിട്ട് കളഞ്ഞു. ഇതാ ചെറിയ കാര്യം മതി. മത്തായി ചേട്ടാ ഉടനെ കുറ്റിയിട്ട് കളയും. മത്തായി ചേട്ടാ, സോറി ഉണ്ട് കേട്ടോ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനല്ലല്ലോ, അവരല്ലേ എന്നെ കൊണ്ടുവന്ന് തള്ളിയത്. ഏതായാലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതങ്ങ് പിടിച്ചോ. അയ്യോ, നാണം. പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്ക്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നാളെ കാലത്ത് കുടിക്കും. മത്തായി ചേട്ടാ, ഓ പിന്നെ അടച്ചു കുറ്റിയിട്ടല്ലോ. ഇത് വലിയ ശല്യമായല്ലോ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന അവന്മാരുടെ വിചാരം. അതിന് വേറെ ആളെ നോക്കണം. മീര പേടിക്കണ്ട,
കട്ടിലി സൗകര്യമായിട്ട് കിടന്നോളൂ. ഞാനിവിടെ അറ്റത്ത് ഒതുങ്ങി കിടന്നോളാം. പോരെ? വേണ്ട, കട്ടിലിൽ സാറ് തന്നെ വിസ്തരിച്ച് കിടന്നോളൂ. ഓക്കെ, മീരയ്ക്ക് മീരയെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പക്ഷെ എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ്. ഇനി മീരയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും ഞാനത് തടയും. ഗുഡ് നൈറ്റ്. എടാ ബാലകൃഷ്ണ, നീ ഒന്ന് ഇറങ്ങി അന്വേഷിച്ചേ ഈ മാംഗ്ലൂർ മലയാളി സമാജം എവിടെയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലൊന്നും നാടകം ബുക്ക് ചെയ്യണ്ടാണ്. അതിന് ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലല്ലോ നാടകം കളിക്കണേ, ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ. ഈ വഴി അന്വേഷിക്കാൻ പോയവൻ എവിടെ പോയി? ചത്ത മത്തായിച്ചേട്ടാ, ഗോപാലകൃഷ്ണ, മത്തായിച്ചേട്ടാ ഞാൻ കണ്ട്. ഗോപാലകൃഷ്ണ ഞാൻ കണ്ടാ. കണ്ടെങ്കിൽ കിടന്ന് ചാടന എന്തിനാ? അങ്ങോട്ട് പോയാ പോരെ? അതല്ല മത്തായിച്ചേട്ടാ, ഞാൻ അവളെ കണ്ടു, നമ്മുടെ മീരെ. മീരെ? ആ, ഞാൻ അവളെ നേരിട്ട് കണ്ട്. അതെങ്ങനെ ചത്തുപോയ മീരെ നീ നേരിട്ട് കാണുന്നത്? എടാ, അവള് ചത്തിട്ടില്ലടാ, അവള് ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് തലയ്ക്ക് ഭ്രാന്താ? എന്റെ മത്തായിച്ചേട്ടാ, സത്യമായിട്ടും അവള് ചത്തിട്ടില്ലെന്ന്. ഞാൻ അവളെ മീരേന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി, എന്നിട്ട് ഒറ്റ ഓട്ടം. ഞാൻ അവളെയും കണ്ട്, അവൾ എന്നെയും കണ്ട്. അവളുടെ പിന്നാലെ പോയി അവള് നിൽക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. വാ, വേഗം വാ, കാണിച്ചു വാ. നിൽക്കുന്നു. കണ്ടാ, അവളാണ് നമ്മുടെ മീരേത്. ഏത്? ആ കന്യാസ്ത്രീയാ? കന്യാസ്ത്രീ അല്ല മത്തായിച്ചേട്ടാ, അതൊരു മുസ്ലിം സ്ത്രീയാണ്. ഇവന്റെ തലയ്ക്ക് ഓളമാണ്. മത്തായിച്ചേട്ടൻ വന്നേ. നീ നിക്ക്, അത് അവളാണ് ഇല്ലയോ ഞാൻ കാണിച്ചു തരാം. ബാലകൃഷ്ണ, ഞാൻ കണ്ടതല്ലേ, നിങ്ങൾ വാ, ഇങ്ങോട്ട് വാ. മീരെ, सॉरी और को छोड़ता है आराम साले तेरे छोड़ देता भाई मार मार कोई मार साले को अरे उस्मान भाई क्या हुआ ബാലകൃഷ്ണ ഓടിക്കോ, ഹിന്ദിക്കാരന്മാർ വളയുണ്ട്, ഓടിക്കോ. ബാലകൃഷ്ണ തല്ലി കളഞ്ഞിട്ട് വാടാ. മതിയടാ, പിടിച്ചോണ്ട് വരാൻ. ഓടെ തൊപ്പിക്കാരാണ്. ഓടിക്കടാ, ജീവമേരി ഓടിക്കോ. പത്മനാഭ, വണ്ടി വിട്ടോളൂ, ഹിന്ദിക്കാരന്മാരെ ഇറങ്ങിട്ടുണ്ടോ? പപ്പ, വണ്ടി വിട്ടോ. हमारे औरत को छेड़ के इधर से भागने को मिल जाता ना, न जाने कहां से आया है मद्रासी लोग। औरत लोगों को छेड़ दुल्ला भाई आओ, जानता नहीं काम है। ആരാത്? ആരാത്? ആരാന്ന്? ആരാന്ന് പറയുന്നതല്ലേ നല്ലത്? അതൊക്കെ ആരാണെന്ന് പറയാൻ വെറുതെ എനിക്ക് ടെൻഷൻ തരരുതുണ്ടോ? ആരാത്?
എന്താ പിശാചെ ഉറക്കത്തിൽ കിടന്ന് നിലവിളിച്ച് മനുഷ്യരെ പേടിപ്പിക്കുന്നത്? ആര് നിലവിളിച്ച്? നീ എന്നോട് നിലവിളിച്ച് എന്നെ പഠിപ്പിച്ചത്? ഞാനാ? ഒറ്റ വീക്ക് വെച്ചിട്ടുണ്ടല്ലോ പച്ചപ്പാതിരിക്ക് വന്നാണ് മനുഷ്യരെ പേടിപ്പിക്കുന്നത്. ആരെങ്കിലും കൊല്ലാൻ വന്നോ ഇങ്ങനെ നടന്ന് കാണാൻ? ഞങ്ങളുടെ പ്രാണം പോയനല്ലോ. എന്താ എന്താന്ന്? പുറത്ത് 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 വല്ല തേളും കുത്തിയിട്ടുണ്ടാവും. എന്റെ പുറത്തല്ലടാ, വീടിന്റെ പുറത്ത്. വീടിന് പുറത്താ? വീടിന് പുറത്ത് എന്തോന്നു? ആ ഇതാരായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? പ്രേതം. ഏ പ്രേതമാ? ചത്തുപോയ മീരയുടെ പ്രേതം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ചത്തുപോയ മീരയുടെ പ്രേതമാ? പ്രേതോ എവിടെ? പ്രേതം എവിടെ? പ്രേതം ഇവിടെ അല്ല, പുറത്ത്. പുറത്തിറങ്ങി നോക്കണ. നീ പോയി നോക്ക്. നിനക്ക് നോക്കിയാ എന്താ? പേടിയാ? പേടി ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് ഈ പ്രേതത്തിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തൊരു നോക്കിയാൽ കാണൂല. അതാണ് ശാസ്ത്രം. ശാസ്ത്രം അങ്ങോട്ടിറങ്ങി നോക്കണ പുല്ലേ. പേടിത്തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ. എവിടെ എവിടെ കണ്ടുന്നാ? ദേ, അവള് വന്നിരുന്നു. എന്നിട്ട് അവളെവിടെടാ? ഞങ്ങളോടാ ചോദിക്കുന്നു. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു പേടി? പേടിത്തൊണ്ടൻ. ബാലകൃഷ്ണ അതിനിടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് തന്നെ. ആരാത്? ആരാണ് ചോദിച്ചത്? ഏത്? ദേ നിക്കണ കണ്ടില്ലേ? അത് വാഴയമ്മത്തായിച്ചേട്ടാ. വാഴയാണെങ്കി എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീ വന്നേ. ഓരോരോ പിച്ചും പേയുമായിട്ട് ഇറങ്ങിക്കൊള്ളും. ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ. ഇങ്ങോട്ട് വരാൻ. ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സൂക്കേടാ. അല്ലാതെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാണി പെണ്ണിന്റെ തുണി പൊക്കി നോക്കി അട്ടി കൊണ്ട് പിരിന്നില്ലേ? അത് എന്നാ കേസ്? അപ്പൊ ഇവിടെ നിന്നതോ? വാതിലടച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ നിങ്ങൾ പുറത്തു കിടക്കുക. ഹൈ, വാതിൽ അടയ്ക്കണം. തുറക്കാൻ.